Hi all, traveling salesman problemത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. A salesman wants to visit 4 cities exactly once and has to return to the starting city by traveling minimum or shortest distance. ഇതാണ് സെയിൽസ്മാന് വിസിറ്റ് ചെയ്യേണ്ട 4 സിറ്റീസും. ഓക്കെ, എക്സാക്ട്ലി വൺസ് ഓരോ സിറ്റീസിലൂടെ പാസ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് സ്റ്റാർട്ടിംഗ് സിറ്റിയിൽ തന്നെ തിരിച്ചെത്തുക. അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ പറയുന്നത്. അതായത് മിനിമം അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റിന്റെ എയിം. ഇപ്പോൾ എയിൽ സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് എല്ലാ എഡ്ജസിലൂടെയും പാസ് ചെയ്ത് എക്സാക്ട്ലി വൺസ് പാസ് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തണം. അതാണ് പ്രോബ്ലം. സോ എ സെയിൽസ്മാൻ സ്റ്റാർട്ട്സ് ഫ്രം ദ വെർട്ടെക്സ് എ. ഇപ്പോൾ എ എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ he has to visit B, C, D exactly once. A to B 5, A to C 15, A to D 30, B to C 10, B to D 25, C to D 35. ഇതാണ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഓരോ എഡ്ജസിന്റെയും വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പോസിബിൾ ആവുന്ന റൂട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോസിബിൾ റൂട്ട്സ് ആൻഡ് ദർ ഡിസ്റ്റൻസസ് ആർ, നമുക്ക് എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ എയിൽ തന്നെ തിരിച്ചെത്തണം. ആ രീതിയിലുള്ള 6 പോസിബിലിറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ, അങ്ങനെ 6 പോസിബിലിറ്റീസ് എഴുതിയിട്ടുണ്ട്. ഓരോന്നിൻ്റെയും റൂട്ട്സിന്റെ ഡിസ്റ്റൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡിസ്റ്റൻസ് വാല്യൂസ് ടോട്ടലായിട്ട് ആഡ് ചെയ്യുക. എയിന്ന് തിരിച്ച് എയിൽ തന്നെ എത്താൻ എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ആഡ് ചെയ്തെടുക്കാം. എ ടു ബി എന്ന് പറയുന്നത് 5, സോ 5 പ്ലസ് ബി ടു സി 10 പ്ലസ് സി ടു ഡി 35 പ്ലസ് ഡി ടു എ 30. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ റൂട്ട് നോക്കാം. എ ടു ബി ഇറ്റ് ഈസ് 5, then B to D it is 25, then D to C that is 35, C to A is 15. So ഇത് ആഡ് ചെയ്യുമ്പോൾ is also 80. അടുത്ത റൂട്ടിൽ വാല്യൂസ് ആഡ് ചെയ്താൽ A to C it is 15, then C to B it is 10, then B to D that is 25, then D to A it is 30. ഇത് ആഡ് ചെയ്താൽ നമുക്ക് 80 എന്ന് കിട്ടും. ഫോർത്ത് റൂട്ടിൽ നോക്കുവാണെങ്കിൽ A to C it is 15, C to D it is 35, then D to B is 25, B to A is 5. So ഇത് ആഡ് ചെയ്താൽ is also 80. ഫിഫ്ത്ത് റൂട്ട് നോക്കാം. A to D it is 30, then D to B it is 25, B to C it is 10, then C to A is 15. സോ ഇത് ആഡ് ചെയ്താൽ ഇതും 80 തന്നെ കിട്ടും. ലാസ്റ്റ് റൂട്ട് നോക്കിയാൽ A to D it is 30, then D to C it is 35, C to B 10, then B to A that is 5, that is also 80. സോ ഏത് റൂട്ട് എടുത്താലും നമുക്ക് 80 തന്നെയാണ് വാല്യൂസ് കിട്ടുക അല്ലേ. നമുക്ക് വേണ്ടത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് എന്നാണ്. അപ്പോൾ ഏത് റൂട്ട് എടുത്താലും നമ്മുടെ സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഇതിൽ മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരുന്നു. ഇവിടെ നമുക്ക് എല്ലാ വാല്യൂസും 80 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏത് റൂട്ട് എടുത്താലും ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. സോ ഏത് റൂട്ട് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരുന്നുവെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്.